2026 ജെഇ മെയിൻ സെഷൻ 1 റിസൾട്ട് പ്രഖ്യാപിച്ചപ്പോൾ എല്ലാ കാലത്തെയും പോലെ തന്നെ ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ മികവുറ്റ വിജയമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അതിൽ ടോപ്പ് പെർസെന്റേജ് സ്കോറിൽ ഇടം നേടി ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കി ജേക്കബ് ആണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. ഹായ് ജേക്കബ്. ഹലോ. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പോ ഇത്രയും വലിയൊരു വിജയം എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിരുന്നോ? അപ്പൊ ഇങ്ങനൊരു വിജയം കിട്ടിയപ്പം എന്താ ഫീൽ ചെയ്യുന്നത്? നല്ല ഹാപ്പിയാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു സ്കോറൊക്കെ പറ്റി ഡ്രീം ചെയ്യുന്ന തന്നെ. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനൊരു സ്കോർ കിട്ടുമെന്ന്. വീട്ടിലൊക്കെ നല്ല സന്തോഷമുണ്ട്. അപ്പൊ എക്സാം കഴിഞ്ഞ് വന്ന് മാർക്കൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഇത്രയും നല്ലൊരു പെർസെന്റേജ് സ്കോർ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് എന്താണ് ഫീൽ ചെയ്തത്? നല്ല ഹാപ്പി ആയിരുന്നു, വളരെ ഹാപ്പി ആയിരുന്നു. അപ്പൊ കൊറേ നാള് സ്വപ്നം കണ്ട ഒരു മാർക്കിലേക്കല്ലേ ഇപ്പൊ എത്തിയിരിക്കുന്നത്? അതെ. അപ്പൊ നമുക്ക് മാർക്കിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ജേക്കബിന്റെ ഫാദറിനെയും മദറിനെയും ബ്രദറിന്റെ ഒക്കെ വിശേഷങ്ങളും അവരെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ നിങ്ങൾക്ക്? എൻ്റെ ഫാദറിന്റെ പേര് സോബി സി മഠത്തിൽ നിന്നാണ്. എൻ്റെ ഫാദർ ഇപ്പോൾ ബിസിനസ് ചെയ്യാണ് എറണാകുളത്ത്. എൻ്റെ മദർ ലെനിയ സോബി. എൻ്റെ അമ്മ ഹൗസ് വൈഫാണ്. എൻ്റെ അനിയൻ ജൊഹാൻ സോബി മഠത്തിൽ. അവൻ ഇപ്പോൾ 7th രാജഗിരി ക്രിസ്ത്യജയന്തി പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നത്. അപ്പം നിങ്ങൾ എറണാകുളം ബേസ്ഡ് ആയിട്ടാണോ? അതെ, ബേസ്ഡ് ആയിട്ടാണ്. ഓക്കെ. അപ്പം എങ്ങനെയായിരുന്നു ഈ ജെഇ മെയിൻസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ്? അപ്പം മോന്റെ സ്കൂൾ കാലഘട്ടങ്ങൾ എങ്ങനെ പഠിച്ചു? അതിനുശേഷം ജെഇ മെയിൻസിന് വേണ്ടിയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്തു? ഞാൻ 9th തൊട്ട് ഞാൻ ബ്രില്യന്റിന്റെ ഫൗണ്ടേഷന് പോയിട്ടുള്ളതാണ്. ഓക്കെ. അപ്പൊ ഫൗണ്ടേഷൻ മോൻ എവിടെയാണ് പഠിച്ചിരുന്നത്? ഫൗണ്ടേഷൻ മേരി മാതാ പബ്ലിക് സ്കൂൾ എറണാകുളത്താണ് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ. 9th 10th. അപ്പോൾ അപ്പോഴേ തൊട്ട് ഈ IIT എന്ന് പറഞ്ഞൊരു സ്വപ്നം ഉണ്ടായിരുന്നു. 11th 12th തൊട്ടാണ് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് നന്നായി പഠിക്കാൻ തുടങ്ങി. ആ സമയത്ത് അത്രയും ഫോക്കസ്ഡ് അല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത് 11th 12th അപ്പം ഈ 9th 10th ഒക്കെ ഫൗണ്ടേഷൻ പോയപ്പോഴാണ് ഇതിനൊരു ബേസ് കിട്ടി തുടങ്ങിയത് അല്ലേ? പിന്നീട് നമുക്ക് 11th തൊട്ട് കെഇ മാന്നാനം സ്കൂളിൽ ഇന്റൻസീവ് ആയിട്ടുള്ള നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ജെഇ മെയിനിന്. അപ്പം എങ്ങനെയായി ഈ സ്കൂളും അതുപോലെ തന്നെ ഈ ജെഇ മെയിൻസിന്റെ പ്രിപ്പറേഷൻ ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റി? സ്കൂള് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാം ബ്രില്യന്റിന്റെ എല്ലാം ഇപ്പോൾ എക്സാം വന്നാൽ സ്കൂള് നമുക്ക് സ്കൂൾ എക്സാമിന് ഇത്തിരി കുറവ് മാർക്ക് കിട്ടിയാലും സ്കൂൾ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അടുത്ത എക്സാം പിടിക്കാമെന്ന് പറഞ്ഞ് നമ്മളെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഹോസ്റ്റലിലാണ് ഉള്ളത്. അപ്പോൾ ഹോസ്റ്റൽ വളരെ സപ്പോർട്ടീവാണ്. പഠിക്കാനുള്ള പെർഫെക്റ്റ് അറ്റ്മോസ്ഫിയർ ആണ്. അപ്പം ഹോസ്റ്റലില് ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്തത്? ഹോസ്റ്റലിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. ഫ്രണ്ട്സ് എല്ലാവരും പഠിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കും പഠിക്കാനൊക്കെ നന്നായി തോന്നും. ഇടയ്ക്ക് ഡൗട്ടൊക്കെ വരുമ്പോൾ ഹോസ്റ്റലിൽ നമുക്ക് വേറൊരു മുറി പോലെ ഉണ്ട്, നമുക്ക് പോയി ചോദിക്കാനൊക്കെ പറ്റുന്ന ഡൗട്ട് ക്ലിയറൻസിന് തന്നെ. പിന്നെ ലാബും തുറന്നിട്ടുണ്ട്, അപ്പോൾ ലാബും പോയി നമുക്ക് പോയി ചോദിക്കാം ഡൗട്ട്സ്. ഓക്കെ. അപ്പം ജേക്കബ് ജെഇ മെയിൻ സെഷൻസ് 1 ഏത് ഷിഫ്റ്റ് അറ്റൻഡ് ചെയ്തത്? ഞാൻ 21 ഷിഫ്റ്റ് 2 ആണ് അറ്റൻഡ് ചെയ്തത്. ഓക്കെ. അപ്പം ബ്രില്യന്റിലെ കുറെ മോഡൽ എക്സാംസ് ഒക്കെ എഴുതി നമുക്ക് അത്യാവശ്യം നല്ല പ്രാക്ടീസ് ഉണ്ടായിരുന്നല്ലോ. അപ്പം ജെഇ മെയിൻ ഫസ്റ്റ് സെഷൻ തന്നെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഇന്ന ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഇന്ന സബ്ജക്റ്റ് ആണ് ആദ്യം പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു സ്ട്രക്ചർ നമ്മുടെ മൈൻഡിൽ പ്ലാൻ ഉണ്ടായിരുന്നു. എക്സാം എഴുതിയപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി. ഞാൻ എപ്പോഴും തുടങ്ങുന്നത് കെമിസ്ട്രി വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫിസിക്സിലേക്ക് പോകും. പിന്നെ ഏറ്റവും കൂടുതൽ സമയം അലോട്ട് ചെയ്യുന്നത് മാത്സിനാണ്. ഓക്കെ. അപ്പം എങ്ങനെയായിരുന്നു ഈ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ബ്രില്യന്റിന്റെ മോഡൽ എക്സാംസ് ഒക്കെ നമ്മൾ കുറെ ചെയ്തതാണല്ലോ. അപ്പം അതേ പാറ്റേൺ തന്നെയാണോ ഫീൽ ചെയ്തത് എക്സാം? ബ്രില്യന്റിന്റെ മോഡൽ എക്സാം ആദ്യമൊക്കെ ഇത്തിരി കട്ടിയായിരുന്നു, പിന്നെ ലാസ്റ്റ് ഒക്കെ ഈസി ആയപ്പോൾ എല്ലാം ഡിഫിക്കൽട്ടി ലെവൽ അവർ കവർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു സ്മൂത്തായിട്ട് എന്ത് ഡിഫിക്കൽട്ടിയും ഫേസ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ള കാരണം ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു, പിന്നീട് വന്നപ്പം വളരെ ഈസി. ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ നല്ല എളുപ്പമായി. പിന്നെ ടൈം മാനേജ്മെന്റും നല്ല കറക്റ്റ് ആക്കാൻ പറ്റി. ഓക്കെ. അപ്പം എങ്ങനെയാണ് ഇപ്പം ഇനി കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ജെഇ മെയിൻ സെഷൻ 2 വരുവാണല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എഴുതുന്ന കുറെ ആൾക്കാരുണ്ടാവും. അപ്പം അവർക്ക് ജെഇ മെയിൻ ഫസ്റ്റ് സെഷൻ ഇത്രയും നല്ലൊരു പെർസെന്റേജ് സ്കോർ കരസ്ഥമാക്കിയ ജേക്കബിന് ഏത് രീതിയിലായിരിക്കും ആ എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ? ഇനി ജെഇ മെയിൻസിന്റെ ഒരു 2 മാസം തൊട്ടാണ് ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിയത്. ജെഇ മെയിൻസിന് സ്പെസിഫിക് ആയിട്ട് അല്ല, അതിന് മുമ്പ് രണ്ടും ഒരുമിച്ചായിരുന്നു. പിന്നെ ജെഇ മെയിൻസ് ഏറ്റവും കൂടുതൽ എഴുതേണ്ടത് പ്രീവിയസ് ഇയർ ടെസ്റ്റ് പേപ്പേഴ്സ് എല്ലാം ചെയ്യണം. എല്ലാം എക്സാം ഓറിയന്റഡ് ആയിട്ട് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. PYQ എല്ലാം നമ്മളൊരു എക്സാം ഹാളിൽ ഇരിക്കുന്ന ഒരു ഫീലായിട്ട് ഇരുന്ന് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നിട്ട് പിന്നെ നല്ല പ്രാർത്ഥനയും വേണമെന്ന് തോന്നുന്നു.
ഒരു ലക്ക് ഫാക്ടറും കൂടെ ലക്ക് വേണം അല്ലേ? ഫാക്ടറും വേണം. ഓക്കെ, അപ്പം ആ എക്സാം എഴുതിയ ദിവസം ആ നല്ലപോലെ ലക്ക് ഫാക്ടർ ഉണ്ടായിരുന്നല്ലോ ജേക്കബിന്. ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും നല്ലൊരു സ്കോറുമായിട്ട് ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഇനി അടുത്ത മോന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജെയ് അഡ്വാൻസ്ഡ് ആയിരിക്കും അല്ലെ? അതെ. അപ്പൊ ഈ ജെയ് മെയിൻസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ജെയ് അഡ്വാൻസ് കുറച്ചുകൂടെ ടഫ് ആയിരിക്കും, പുതിയ പുതിയ സ്ട്രാറ്റജീസ് വേണം, മെയിൻസിനെക്കാളും കുറച്ചുകൂടെ ചേഞ്ചുകൾ വരുത്തണം. അപ്പൊ എന്തൊക്കെയാണ് നിലവിൽ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ? ഇപ്പോൾ കറന്റ്ലി നമ്മൾ കെമിസ്ട്രിന് കുറേ ഡിലീറ്റഡ് ടോപ്പിക്സ് ഉണ്ട്. അതൊക്കെ കണ്ട് എല്ലാം മനസ്സിലാക്കി ടോപ്പിക്സ് കവർ ചെയ്യാണ് ഫസ്റ്റ് ഗോള്. രണ്ടാമത്തെ നമ്മൾ എല്ലാം ജെ അഡ്വാൻസിൻ്റെ PYQ ചെയ്ത് തീർക്കുക എന്നാണ്. എന്നിട്ട് പിന്നെ കുറേ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് നേടുക. ജെയ് മെയിൻസ് ചെയ്ത പോലെ തന്നെ കറക്റ്റ് ഒരു ടൈം മാനേജ്മെൻറ്റ് കണ്ടുപിടിച്ച് വെക്കാൻ. ഓക്കെ, അപ്പൊ ജെയ് മെയിൻസ് എഴുതിയ സമയത്ത് മോൻ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയ സബ്ജക്ട് ഏതായിരുന്നു? എനിക്ക് ഇത്രയും കൂടി ഡിഫിക്കൽട്ടായി തോന്നിയത് മാത്സ് ആയിരുന്നു. മാത്സിൽ എനിക്ക് 3 ക്വസ്റ്റ്യൻ വിടേണ്ടി വന്നു. അത് പെട്ടെന്ന് കത്തിയില്ല ക്വസ്റ്റ്യൻസ്, പക്ഷെ ബാക്കി കുറേ ക്വസ്റ്റ്യൻ കുറേ കിട്ടി. അപ്പോ മാത്സിന് വേണ്ടിയിട്ട് ജെയ് അഡ്വാൻസിന് കുറച്ചുകൂടെ എഫേർട്ട് ഇടണം, നന്നായി എഫേർട്ട് ഇടണം. ബിക്കോസ് ജെയ് അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻസ്, മാത്സ് ക്വസ്റ്റ്യൻസ് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ കുറേ പ്രാക്ടീസ് ചെയ്യണം, കുറേ PYQs ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ ജേക്കബ് പറഞ്ഞായിരുന്നല്ലോ 9ാം ക്ലാസ്സിൽ ഫൗണ്ടേഷൻ വന്നപ്പോൾ തൊട്ടാണ് ഒരു ബേസ് കിട്ടി തുടങ്ങിയത്, ഈ ജെയ് മെയിൻസ് IIT അങ്ങനെയുള്ള ഇതിനൊക്കെ വേണ്ടിയുള്ള ബേസ് കിട്ടിയെന്ന്. അപ്പം എങ്ങനെയാണ് ഫൗണ്ടേഷനിലേക്കുള്ള ഒരു കടന്നുവരവും ആ ഒരു ഫൗണ്ടേഷന്റെ 2 വർഷക്കാലം എങ്ങനെയാണ് ജേക്കബിനെ ഒന്ന് മോൾഡ് ചെയ്തെടുത്തത്? ഫൗണ്ടേഷൻ സ്കൂൾ പഠിപ്പിക്കുന്ന പോലെയല്ല, നല്ല ഡിഫറെൻ്റ് ആയിട്ടാണ് പഠിപ്പിച്ചത് ബ്രില്യൻ്റ്. എനിക്ക് കൂടുതൽ പഠിക്കാൻ തോന്നി. ഞാൻ പിന്നെ ഫൗണ്ടേഷനിൽ നമുക്കിപ്പോൾ പോർഷൻസ് കഴിഞ്ഞത് ശേഷം നമുക്ക് ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി മാത്രം സാർമാരെ വരുത്തുമായിരുന്നു. അപ്പോൾ ഞാൻ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു ഫൗണ്ടേഷനിൽ. അപ്പോൾ ഞാനും ടീച്ചർ മാത്രമേ പലപ്പോഴും ഉണ്ടാവാറുള്ളൂ. എന്നിട്ട് അപ്പം നമുക്ക് എന്ത് ബേസിക് ആയിട്ടുള്ള ഡൗട്ട് അവർ നമുക്കൊരു ഫുൾ ചാപ്റ്റർ എക്സ്പ്ലെയിൻ പറഞ്ഞാലും ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അത്രയും വില്ലിങ് ആണ് അവർ. ഒരു ബേസ് കിട്ടി വന്നത്. അതെ. ഓക്കെ, അപ്പൊ അതിനുശേഷം ഈ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഈ KE മാതാനം സ്കൂളിലേക്ക് വന്നതും ഇതുപോലത്തെ ഒരു പ്രിപ്പറേഷനിലേക്ക്? എൻ്റെ ഫൗണ്ടേഷനിലത്തെ ക്ലാസ് ടീച്ചർ സന്ദീപ് സാർ എന്നോട് പറഞ്ഞു തന്നെ ഇവിടെ KE സ്കൂൾ എന്ന് പറഞ്ഞ ഒരു സ്കൂളുണ്ട്. ഞാൻ പിന്നെ അപ്പോൾ റീസർച്ച് ചെയ്തായിരുന്നു എങ്ങനെയാ ഇതിനകത്ത് കയറുക, പിന്നെ എങ്ങനെ അഡ്മിഷനൊക്കെ എടുക്കുന്നത് എന്നൊക്കെ സാറോട് ചോദിച്ച് റീസർച്ച് ചെയ്തു. കട്ട് ഓഫ് റാങ്ക് ഒക്കെ ഞാൻ ചോദിച്ചായിരുന്നു സ്കോളർഷിപ്പ് സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ. അപ്പോൾ അങ്ങനെ ചോദിച്ച് പിന്നെ അങ്ങനെ അറിഞ്ഞത്. ഓക്കെ, അങ്ങനെ KE മാതാനത്ത് വന്നു, 2 വർഷം ഇവിടെ പഠിച്ചു. അതെ. ജേക്കബിന്റെ വലിയൊരു സ്വപ്നത്തിലേക്ക് ഈ KE മാതാനം ജേക്കബിനെ എങ്ങനെ എത്തിച്ചു തന്നു? അതുകൂടെ തന്നെ ബ്രില്യന്റും എങ്ങനെ ആ സ്വപ്നം കൈവരിക്കാൻ ഹെൽപ്പ് ചെയ്തത്? എൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ KE മാതാനം സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് എന്ത് സങ്കടങ്ങളും ഉണ്ടായിരുന്നപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നൊരു പ്രിൻസിപ്പൾ ഈസിലി അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്രോച്ചബിൾ ആയിട്ടുള്ള ആളാണ്. ഞാനിപ്പോൾ 11th സ്കോളർഷിപ്പ് ടെസ്റ്റിന് മാർക്ക് കുറഞ്ഞിട്ടും അച്ഛൻ എന്നെ എൻകറേജ് ചെയ്തു ഇനിയും പഠിക്കാൻ എന്ന് പറഞ്ഞ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു അച്ഛൻ. പിന്നെ ബിജു സാറും ജോസഫ് സാറും, ബിജു സാർ എൻ്റെ ഇവിടുത്തെ കോർഡിനേറ്റർ, ജോസഫ് സാർ എൻ്റെ ക്ലാസ് ടീച്ചർ. അപ്പോൾ അവർ രണ്ടുപേരും എപ്പോഴും കാണുമ്പോഴൊക്കെ ഒരു ഹായ് ഒക്കെ പറഞ്ഞ് പഠിച്ചോളണം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും സപ്പോർട്ട് ചെയ്യും. പിന്നെ ഹോസ്റ്റൽ വാർഡൻസ് അമൽ സാറൊക്കെ വളരെ വളരെ സപ്പോർട്ടീവാണ്. സെബാസ്റ്റ്യൻ സാറാണ് നമ്മുടെ ബ്രില്യൻ്റ് ഇവിടുത്തെ ഈ സെൻട്രൽ ഇൻചാർജ് ഡയറക്ടർ. എന്നും എല്ലാ ആഴ്ചയും വന്ന് നമ്മളെ കണ്ടിട്ട് നല്ലൊരു മെസ്സേജ് എന്നിട്ട് ക്ലാസ് ഫുൾ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ എപ്പോഴും എൻകറേജിങ് ആണ്. ഒട്ടും ലൈക്ക് സീരിയസ് ആയി പഠിക്കുന്നു അങ്ങനെയൊന്നുമല്ല, എപ്പോഴും പഠിക്കണം, പക്ഷെ ഒരു ചിരിയോടെ തന്നെ പറയും. അപ്പോൾ നല്ല ഒരു ബൂസ്റ്റ് കിട്ടും നമുക്ക്. അപ്പം ജേക്കബിന്റെ ഇനി ഡ്രീം IIT ഏതായിരിക്കും? എൻ്റെ ഡ്രീം IIT മദ്രാസ് ആണ്. IIT മദ്രാസിൽ ഇലക്ട്രിക്കൽ എടുക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. അങ്ങനെ ആ ബ്രാഞ്ച് ചൂസ് ചെയ്യാനും അവിടെ തന്നെ പോകണമെന്നും എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഫാക്ടർ ഉണ്ടോ? IIT മദ്രാസ് സ്പെസിഫിക് ആയിട്ട് അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഇലക്ട്രിക്കൽ എനിക്ക് പണ്ട് തൊട്ടേ ഇങ്ങനെ ഇലക്ട്രിക്കൽ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കൊച്ചിനിൽ തൊട്ടേ ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് കുറേ സർക്യൂട്ട്സ് ഒക്കെ വരച്ച് പഠിക്കുമായിരുന്നു. അപ്പോൾ അത് ആണ് ഇപ്പോൾ സ്വപ്നം. ഓക്കെ, അപ്പം ഇനി വരുന്ന JEE അഡ്വാൻസ്ഡ് ഏറ്റവും നന്നായിട്ട് എഴുതട്ടെ.
ഈ ജെഇ മെയിൻസിന് കിട്ടിയതിനേക്കാളും നല്ലൊരു പെർസെൻറ്റേജിൽ സ്കോറും നല്ലൊരു റാങ്കുമായിട്ട് ഇനിയും ഞങ്ങൾക്ക് ഇതുപോലെ വരാനും ജേക്കബിന്റെ ഒക്കെ വിശേഷങ്ങൾ ചോദിക്കാനും ഒക്കെ ഒരു അവസരം ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.